ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നെയ്യാറ്റിൻകര MLA ശ്രീ കെ ആൻസലിൻ അവർകൾ, ബഹുമാനപ്പെട്ട വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി CP രാജു അവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരുന്ന മറ്റ് ഡിഗ്നിറ്ററീസ്, പ്രിയപ്പെട്ടവരെ ഏവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മത്സരക്ഷമമാക്കി കാര്യപ്രാപ്തമാക്കി ലാഭകരമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. ബഹുമാനപ്പെട്ട മന്ത്രി ഈ നയം എല്ലാ വേദികളിലും ഉറപ്പിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും കൈത്താങ്ങിലും ഹാൻഡ് ഹോൾഡിങ്ങും നമ്മുടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകി വരുന്നു. അതിനേറെ പിന്തുണ നൽകുന്നു നമ്മുടെ ബോർഡ് ഫോർ പബ്ലിക് ട്രാൻസ്ഫോർമേഷൻ BPT എന്നറിയപ്പെടുന്ന സ്ഥാപനം. ഈ ശ്രമങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിലെ ഈ ജോയിൻറ്റ് വെഞ്ചർ എന്ന ശ്രമം സഫലമാകുവാൻ നമുക്ക് സാധിച്ചത്. KLയുടെ ചരിത്രത്തിലെ ഈ നാഴിക കല്ലാകുന്ന ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് അഭിമാനകരമായിട്ട് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 50 പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള വ്യവസായ വകുപ്പിൽ 24 പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലേക്ക് ആകുവാൻ സാധിച്ചു എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയ കരുതലും നൽകിയ ലീഡർഷിപ്പും ഒക്കെയാണ്. രാവിലെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു ഫംഗ്ഷനിൽ നമ്മുടെ 9 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏതാണ്ട് 20 പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ആ സമയത്ത് അതിൻ്റെ എൻട്രൻസിൽ 2 സ്കൂട്ടർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കണ്ടപ്പോൾ അവിടെ നടന്ന ഒരു കമൻസും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വളരെ മനോഹരമായ ഡിസൈനിൽ, മനോഹരമായ കളർ തീമിൽ പ്രദർശിപ്പിച്ച വാഹനം ഇത് ആരുടേതെന്നൊരാൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നത് കേരളത്തിലെ വനിതകൾക്ക് ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങൾ അവരുടെ സൗന്ദര്യത്തിന് ഉതകുന്നില്ല എന്ന് മനസ്സിലാക്കി കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് പുതിയ ഡിസൈനിൽ പുറത്തിറക്കിയ വാഹനം എന്ന്. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ പഴയ കൺവെൻഷണൽ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ മാറി ചിന്തിക്കുവാൻ പ്രാപ്തരായ രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു നിമിഷം കൂടെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 2016 മുതൽ 58 കോടി രൂപ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും മറ്റു പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൽ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒപ്പം ഏതാണ്ട് 3 കോടി രൂപ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, ഇവരുടെ ജീവനക്കാരുടെ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാനായിട്ടും നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു. ഇപ്പോൾ സെൻട്രൽ POCസിലൊക്കെ നിലവിലുള്ള എല്ലാ ബെസ്റ്റ് പ്രാക്ടീസസും നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടപ്പാക്കി വരികയാണ്. ബിസിനസ് പ്ലാനും മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അതിലൂടെ നമ്മുടെ സ്ഥാപനങ്ങളെ കാര്യക്ഷമമാക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിച്ചു. 1000 കോടിയിലേറെ രൂപ ടേൺ ഓവറുള്ള പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലുണ്ട് എന്ന അഭിമാനത്തോടെ ഞാൻ പറയട്ടെ. കഴിഞ്ഞ 18 വർഷമായിട്ട് നഷ്ടത്തിലായിരുന്ന സ്ഥാപനം കഴിഞ്ഞ 2 വർഷമായിട്ട് നെറ്റ് പ്രോഫിറ്റിലാണെന്ന് പറയുന്നതും അഭിമാനത്തോടെയാണ്. ഞാൻ പറഞ്ഞു വന്നത് പഴയ ചരിത്രവും പഴയ കഥയൊക്കെ മാറി ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങൾ മത്സരക്ഷമമായി കാര്യപ്രാപ്തമായി പ്രവർത്തിച്ചു വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിയമസഭാ കമ്മിറ്റിയുടെ ഒരു അവലോകനവും നടന്നു വന്നു. ആ സമയത്ത് നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയപ്പോൾ പൊതുവെ നമ്മുടെ സാമാജികർക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ച് വരുന്നത് എന്നുള്ളൊരു അവലോകനമാണ് നടന്നത്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച, ഇതിനെല്ലാം കൈത്താങ്ങി തന്ന ബോർഡ് ഫോർ പബ്ലിക് ട്രാൻസ്ഫോർമേഷൻ്റെ ചെയർമാനെയും മറ്റ് പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ എല്ലാ റിക്രൂട്ട്മെൻറ്റും ഇപ്പോൾ പബ്ലിക് സെക്ടർ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യപ്രാപ്തിയുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഓരോ സെക്ടറിനും അനുയോജ്യരായ ലീഡർഷിപ്പിനെ തിരഞ്ഞെടുത്ത് അതാത് കമ്പനികളിൽ മാനേജിംഗ് ഡയറക്ടേഴ്സായിട്ടും മറ്റ് ടോപ്പ് പൊസിഷനിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റൊരു കാരണം കൂടിയാണ്. അത്തരത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ KLയിലും
നല്ലൊരു നേതൃത്വ നിര ഉണ്ട് എന്നുള്ളതും അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും എടുത്തു പറയത്തക്ക സംഗതിയാണ്. ലോഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി നടത്തിയിരിക്കുന്ന ഈ ജോയിൻറ്റ് വെഞ്ചറിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തക്കവണ്ണം കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.